കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പറഞ്ഞു പേടിപ്പിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പറഞ്ഞു പേടിപ്പിച്ച് അവരുടെ മനസ്സ് അരക്ഷിതമാക്കിയതിനു ശേഷം അവരെ തങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന നിലപാടാണ് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ സ്വീകരിക്കുന്നത്. അവർക്കറിയാം CAA എന്ന് പറയുന്ന വിഷയത്തിൽ BJP മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നത്. കോൺഗ്രസിന് അങ്ങനെ നിലപാടുണ്ടായിരുന്നോടുകൂടി അവർ പറയണമായിരുന്നു ഞങ്ങൾ ഭരണത്തിൽ വന്ന CAA എടുത്തു മാറ്റുമെന്ന്. അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. ലളിതമായ ഒരു ചോദ്യം, സ്ട്രെയിറ്റ് ആയിട്ടൊരു ചോദ്യം സർ, ഒറ്റ ചോദ്യം സർ. അതായത് ഇപ്പോൾ ഒരു നമ്മൾ കയറി വന്നിരിക്കുന്ന മൈഗ്രൻസ് ഉണ്ടല്ലോ, കുടിയേറ്റക്കാര്, അവരുടെ മതം ഏതാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ്? ഒരു ഹിന്ദുമത വിശ്വാസം. ഒരു നിമിഷം, കുടിയേറ്റക്കാരിൽ ഒരാൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഹിന്ദുമത വിശ്വാസിയാണെന്ന് ആര് സാക്ഷ്യപ്പെടുത്തുക? കേരളത്തിലെ രണ്ട് മുന്നണികൾ പ്രചരിപ്പിക്കുന്നത് ഈ നാട്ടിൽ ജനിച്ച ഈ നാടിന്റെ മക്കളാണ്. രണ്ട് മുന്നണികൾ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളോട് പറയൂ. മക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യം വിട്ടുപോകേണ്ടി വരുമെന്നാണ്. അങ്ങനെ പോകുകയാണെങ്കിൽ അവരുടെ മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അഭയാർത്ഥികളായി വന്നവർക്ക് മനസ്സിലായി, അഭയാർത്ഥികളായി വന്നവരെ അവരുടെ മതം ആര് സർട്ടിഫൈ ചെയ്യും? ഒരാൾ ഹിന്ദുവാണെന്ന് ആര് മതം സർട്ടിഫൈ ചെയ്യും? ഹിന്ദുവാണെന്ന് ആര് സർട്ടിഫൈ ചെയ്യും? പ്ലീസ് എന്റെ ചോദ്യത്തിന് ഉത്തരം. ഹിന്ദുവാണെന്ന് ആര് സർട്ടിഫൈ ചെയ്യും? ഹിന്ദുവാണെന്ന് ആര് സർട്ടിഫൈ ചെയ്യും? താങ്കൾ ഉത്തരം പറയില്ല. താങ്കൾ ഉത്തരം പറയില്ല. താങ്കൾ ഉത്തരം പറയില്ല. RSSകാർ സർട്ടിഫൈ ചെയ്തിട്ട് പൗരത്വം തീരുമാനിക്കേണ്ട അവസ്ഥ. താങ്കൾ മറുപടി പറയില്ല. മനു 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 ചോദ്യം കേൾക്കും. മനു ചോദ്യം കേൾക്കും. മനു ചോദ്യം കേൾക്കും. എനിക്ക് പറയൂ, മറുപടി പറയൂ. ആരാണ് മതം സാക്ഷ്യപ്പെടുത്തേണ്ടത്? ആരാണ് മതം സാക്ഷ്യപ്പെടുത്തേണ്ടത്? ആരാണ് മതം സാക്ഷ്യപ്പെടുത്തേണ്ടത്? വന്നിട്ടുള്ളവരുടെ അവരോട് ചരിത്രപരമായ ബാധ്യത എന്ന് മനുവിന് എന്റെ ചോദ്യത്തിന് ഉത്തരമില്ല. എങ്കിൽ പറയൂ, ആരാണ് ഹിന്ദു മതത്തിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് പറയൂ. ഞാൻ അതാണ് പറയുന്നത്. പറയൂ. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് കേൾക്കില്ല? അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടുന്ന് പീഡനം സഹിക്കവയ്യാതെ വരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവരോടുള്ള ചരിത്രപരമായ ബാധ്യതയാണ് ഈ CAA നിയമം. ആയിക്കോട്ടെ, ആര് സാക്ഷ്യപ്പെടുത്തും മതം? അവരെ അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് അവരുടെ മതം എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിലായതുകൊണ്ടാണ് അവർക്ക് അഭയാർത്ഥികളായി വരേണ്ടി വരുന്നത്. അവര് അഭയാർത്ഥികളായി ഈ രാജ്യത്തേക്ക് വരേണ്ടി വരുന്നത്. ഒരു ചോദ്യം കൂടി. ശരി, ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വന്ന തസ്ലിമ നസ്രീൻ മതപരമായി പീഡിപ്പിക്കപ്പെട്ട വനിതയാണല്ലോ. ആ തസ്ലിമ എന്ന് പറഞ്ഞോ? കേൾക്കൂ. CAA പ്രകാരം കിട്ടുമോ? ഒരു കാര്യം പറയട്ടെ. അവർക്ക് ഉത്തരം പറയൂ. തീർച്ചയായും കിട്ടും. കിട്ടില്ല. അവർക്ക് CAA പ്രകാരം അഭയാർത്ഥികളായിട്ടുള്ളവർക്ക് നാട്ടിൽ മ്യാൻമാറിലെയോ ശ്രീലങ്കയിലെയോ മ്യാൻമാറിലെയോ ഈ നിയമം പരിരക്ഷ കൊടുക്കുന്നത്? മ്യാൻമാർ പരിരക്ഷ കൊടുക്കും. മ്യാൻമാർ എല്ലാ രാജ്യത്തെയും അഭയാർത്ഥികളായി മ്യാൻമാർ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, അതിലൊരു സംശയവുമില്ല. അഭയാർത്ഥികളായി വരുന്നവരെ നോക്കൂ. ആ ചോദ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം